നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കോണ്ടന്റ് ക്രിയേറ്ററുമായ അഖിൽ എന്നാർഡിയുടെ ഭാര്യ മേഘയുടെ ഇറങ്ങിപ്പോക്ക് വലിയ രീതിയിൽ വൈറലാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത കാര്യമായിരുന്നു. ഇതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളായിരുന്നു മേഘയ്ക്ക് നേരിടേണ്ടിയും വന്നിരുന്നത്. എന്നാൽ മേഘയുടെ ഭാഗത്തും ന്യായങ്ങളുണ്ടെന്നും പൂർണ്ണമായും കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ലെന്നും മേഘയുടെ അച്ഛന്റെ സുഹൃത്ത് എന്ന് അവകാശപ്പെടുന്നയാള് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇയാളുടെ വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേഘയുടെ അച്ഛന്റെ അഡ്വക്കേറ്റിന്റെ വോയിസ് ജിനൂസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തു വന്നിട്ടുള്ളത്. 4 ദിവസം മാത്രം പുതിയ പങ്കാളിയോടൊപ്പം കഴിഞ്ഞ മേഘയാണ് ഇപ്പോൾ അച്ഛന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നത്, അവിടെ താമസം എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് മേഘ എത്തിയതെന്നും വലിയ രീതിയിൽ മേഘയുടെ 2ാം വിവാഹം നടക്കാൻ പോകുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അഖിലുമായുള്ള ദാമ്പത്യത്തിൽ അൺഹാപ്പിയാണെന്ന് മേഘ 1 വർഷമായി സ്വന്തം വീട്ടുകാരോട് പറഞ്ഞിരുന്നതായും മേഘയുടെ അച്ഛന്റെ സുഹൃത്ത് തന്നെ പറയുന്നുണ്ട്. മേഘയുടെ അച്ഛന്റെ സുഹൃത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ സംഭവം രാത്രി 12:30 ആയപ്പോഴാണ് ഈ കുട്ടിയുടെ പിതാവ് എന്നെ വിളിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. കുട്ടിക്ക് 2 അച്ഛന്മാരാണ് ഉള്ളത്. ആദ്യത്തെ അച്ഛനാണ് പത്മകുമാർ, 2ാമത്തെ അച്ഛൻ ഷാജി എന്നയാളാണ്. കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹം. അമ്മയുടെ പേര് ലത എന്നാണ്. മേഘയുടെ അച്ഛനും അമ്മയും വിവാഹിതരാണ്. ശേഷമാണ് മേഘയുടെ അമ്മ 2ാമത് വിവാഹം കഴിക്കുന്നത്. 2ാം അച്ഛന്റെ സംരക്ഷണയിലാണ് മേഘ വളർന്നിരുന്നത്. ഇടയ്ക്ക് സ്വന്തം അച്ഛനൊപ്പവും നിൽക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ശുദ്ധനാണ്. മകളോട് അമിതമായ സ്നേഹമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന്റെ കയ്യിൽ അധികം പണവുമുണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്. മേഘയുടെ വിഷയം അറിഞ്ഞ് പുള്ളിക്ക് പനിയും മറ്റും കൂടി ആശുപത്രിയിലായിരുന്നു. ഞാനായിരുന്നു അതിനെല്ലാ സഹായവും നൽകിയിരുന്നത്. മേഘ ആ വ്യക്തിക്കൊപ്പം പോയ ശേഷം രമേശ് ചെന്നിത്തലയെ സമീപിച്ച് പോലീസുകാരുടെ സഹായത്തോടെ 2 മണിക്കൂർ കൊണ്ട് സ്റ്റേഷനിൽ എത്തിച്ചതും ഞാനായിരുന്നു. പിന്നീട് മേഘയുമായി ഞങ്ങൾ കോടതിയിൽ പോവുകയായിരുന്നു ചെയ്തത്. ജഡ്ജി ചോദിച്ചപ്പോൾ ആ ബസ് ജീവനക്കാരനൊപ്പം പോകുവാനാണ് തനിക്ക് താല്പര്യമെന്ന് മേഘ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് മേഘ അവളുടെ അച്ഛനെ വിളിച്ച് അങ്ങോട്ട് വരികയാണ് എന്ന് പറയുകയായിരുന്നു. 1 വർഷം മുൻപ് മുതൽ ഈ കുട്ടി വീട്ടുകാരോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അത്രേ. പത്മകുമാറും ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയുമല്ലേ ആയുള്ളൂ, ചട്ടിയും കലയും ആകുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും, അത് ക്ലിയർ ആക്കിക്കൊള്ളണം എന്നാണ് കുട്ടിയുടെ വീട്ടുകാര് കരുതിയത്. ഇത്രത്തോളം സീരിയസ് ആണെന്ന് അവർ അറിഞ്ഞതുമില്ല. അഖിലിന്റെ അച്ഛനുമായുള്ള ചില വിഷയങ്ങളും കുട്ടി പറയുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അത്രേ. പിന്നീടാണ് ബസ് യാത്രയിൽ പുതിയ പങ്കാളിയെ പരിചയപ്പെടുന്നതും അവനുമായി അടുപ്പത്തിലാകുന്നതും. അവനിൽ സുരക്ഷിതത്വം തോന്നിയത് കൊണ്ടാണ് മേഘ ഇറങ്ങിപ്പോയത്. പുതിയ പങ്കാളി അനൂപ് വിവാഹിതനല്ല, ചെറിയ വീടാണ് അയാളുടേത്. അമ്മയും അനിയനും മാത്രമാണ് അയാൾക്കുള്ളത്. പുതിയ പങ്കാളിയുടെ സമ്മതത്തോടെയാണ് അച്ഛന്റെ വീട്ടിൽ മേഘ വന്ന് നിൽക്കുന്നത്. അല്ലാതെ അനൂപുമായുള്ള ബന്ധം മടുത്തിട്ടോ അവസാനിപ്പിച്ചിട്ടോ അല്ല. അഖിലുമായി മ്യൂച്വൽ ഡിവോഴ്സിന് ഒരുങ്ങുകയാണ്. ഞാൻ മേഘയുടെ കുടുംബ സുഹൃത്താണ്. അവളുടെ ഭാഗത്തും ചില ന്യായങ്ങളുണ്ട്. അച്ഛൻ കുട്ടിയാണ് അഖിൽ എന്നാണ് പറയുന്നത്. അച്ഛൻ പറയുന്നതിന് അപ്പുറം അഖിലിന് ഇല്ല. ഒരു ഫ്രീഡവും ഇരുവർക്കും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നും അറിയുന്നു. മേഘ പലതും പരാതിപ്പെട്ടിട്ടും അഖിൽ അതൊന്നും അച്ഛനോട് ചോദിച്ചില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കുറച്ചു ദിവസം മുൻപാണ് അഖിലുമായുള്ള 2 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച് മേഘ ബസ് ജീവനക്കാരനൊപ്പമായ അനൂപിനൊപ്പം ഇറങ്ങിപ്പോയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും വൈറലായി മാറിയിരുന്നു. അഖിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് മേഘ അനൂപിനൊപ്പം പോയിരുന്നത്. ഇത്രയും പലതരത്തിലുള്ള കഥകൾ മേഘയുടെ ഇറങ്ങിപ്പോക്കുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുവെങ്കിലും മേഘ ഒന്നിനോടും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ആദ്യമായാണ് വിഷയത്തിൽ മേഘയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. താൻ അഖിലിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നതിന് തന്റേതായ ചില കാരണങ്ങൾ ഉണ്ട് എന്നാണ് മേഘ കുറിക്കുന്നത്. വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുവാൻ താല്പര്യമില്ലെന്നും മേഘ പറയുന്നുണ്ട്. മേഘയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്: ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. 10 ദിവസം ഞാൻ അനൂപിന്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നു. അപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. തിരികെ ഞാൻ 1 ദിവസം കഴിഞ്ഞപ്പോൾ അനൂപിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു. ഇപ്പോഴും ഞാൻ അവിടെ തന്നെ
ഉണ്ട്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകുവാൻ വേണ്ടി അല്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് എന്റേതായ ചില കാരണങ്ങളുണ്ട്. അത് എനിക്ക് പബ്ലിക്കിന്റെ മുന്നിൽ പറയുവാൻ യാതൊരു താല്പര്യവുമില്ല. മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ കുറ്റങ്ങൾ പറയില്ലെന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പുള്ളിയോ ഞാനോ നേരിട്ട് വന്ന് ഒന്നും തന്നെ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും. അത് ആരും വിശ്വസിക്കേണ്ട എന്നുമാണ് മേഘ നായർ കുറിച്ചിട്ടുള്ളത്. അതേസമയം ഈ സംഭവം ഒന്ന് പതിയെ കെട്ടടങ്ങുന്നതിന് ഇടയിലായിരുന്നു പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് മേഘ നായർ എത്തിയത്. ഇത് വീണ്ടും വലിയ ചർച്ചകൾക്കായിരുന്നു വഴിവെച്ചിരുന്നത്. ചെങ്ങന്നൂരിലുള്ള എന്റെ അച്ഛന്റെ വീട്ടിൽ എന്ന അടിക്കുറിപ്പോടെയാണ് മേഘ തന്റെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. തുടർന്നാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നതും. എന്നാൽ ഈ പോസ്റ്റ് ഇപ്പോൾ നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്.